നനയുന്നുണ്ടോ? ഇതെങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയാന്ന് ഇരിക്കുന്നേ. ഹായ് ഗൈസ്, ഹായ് കൊടുക്ക്. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് കേട്ടോ. എന്തൊക്കെയോ പണികളുണ്ട്, എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം. കാരണം നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങളുടെ വഴുതനങ്ങ, പച്ചമുളക്, അതേപോലെ ഞങ്ങൾ വാങ്ങി നട്ട പ്ലാവ്, ഇതൊക്കെയുണ്ട്. ഇതിൽ പച്ചമുളക് എല്ലാം കൂടി ഇങ്ങനെ കൂടി തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അന്നേരം അതിലാണെങ്കിൽ അമ്മ ഇങ്ങനെ കയറിട്ടിങ്ങനെ കെട്ടി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വാഴയുടെ ചോടും ചീനിയുടെ ചോടും ഒക്കെ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കുവാണ്. ഞാനും വിച്ചുക്കുട്ടനും കൂടെ തന്നെ നിൽപ്പുണ്ട്. അവനാണെങ്കിൽ ഒരു തരത്തിൽ ഉറങ്ങുന്നേയില്ല, ഒരു രക്ഷയില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതൊന്നും ഇഷ്ടമല്ലേ. എപ്പോഴും ഇങ്ങനെ പരിയമ്പറം ആണെങ്കിലും വൃത്തിയായി ക്ലീനായി കിടക്കണം. അമ്മ എവിടുന്നോ ഒരു മടലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ വഴുതനയ്ക്ക് കുത്തി വെക്കുന്നുണ്ട്. അതൊരു കാറ്റടിച്ച വീടാവുന്നേ ഉള്ളേ. നല്ല മഴയ്ക്കുള്ള നല്ല കോളുണ്ട്. അമ്മയുടെ ഒരു ആശ്വാസം. അന്നേരം നാണ്ടടാ കിടക്കുന്നത് 2 പപ്പായ പഴുത്ത് കിടക്കണം. അപ്പം തന്നെ കൊത്തിയിടാന്ന് വിചാരിച്ചു. കാരണം ഇവിടെ എനിക്കാണെങ്കിൽ പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കറുമുറാന്നിരിക്കണം, അങ്ങ് ഒരുപാട് പഴുത്ത് പോകരുത്. എനിക്ക് പിന്നെ എങ്ങനെ പപ്പായ കിട്ടിയാലും ഞാൻ തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരെണ്ണാട്ടോ ഈ പപ്പായ എന്ന് പറയുന്നത്. പിന്നെ അത് കൊണ്ടുവച്ചപ്പോഴാണ് ഓർത്തത്, ഞങ്ങളുടെ തുണി കഴുകുന്ന കല്ലിൻ്റെ അവിടെ 2 മുളക് നിൽപ്പുണ്ട്. നിന്ന് രാവിലെ തുണി കഴിയുമ്പോൾ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അത് പറിച്ചെടുത്തിട്ട് പറഞ്ഞു അതിനകത്ത് വിളഞ്ഞില്ല, വിളഞ്ഞ 2 എണ്ണം അമ്മ പറിച്ചെടുത്ത്. നല്ലപോലെ അതും വിളഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞു ആ വാഴയുടെ അവിടെ കുറച്ചുകൂടെ ഒക്കെ പോച്ചയുണ്ട്, അതൊന്ന് ചെത്തണം, എന്നിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഈ ചെടിയൊക്കെ നിൽക്കുന്നിടത്ത് കുറച്ച് പോച്ചയൊക്കെ കിടക്കുന്ന അതൊക്കെ ഒന്ന് ചെത്തിപ്പറിച്ചെടുക്കണം. ഇത് 1 മാസം പോലും ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പെട്ടെന്നാണ് കയറി ഇങ്ങനെ ഈ കാട് കയറുന്നത്. മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം കാടിങ്ങനെ കയറുന്നത്. വിച്ചുക്കുട്ടനാണെങ്കിൽ ഭയങ്കര വഴക്ക് കേട്ടോ. അവനാണെങ്കിൽ ആ സൈക്കിളിൽ പോലും ഇപ്പോൾ ഇരിക്കുന്നില്ല, എന്തുവാണെന്നറിയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് ഉറക്കി കിടത്തിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അവൻ ഉറങ്ങിയിട്ടില്ല, ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. രാവിലെ ആണെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. നിർബന്ധം കാരണം എടുത്തപ്പോഴത്തേക്ക് മിച്ചുക്കുട്ടൻ ദേഹത്തൊങ്ങ് മുള്ളി കേട്ടോ. ഞാൻ പിന്നെ ആണെങ്കിൽ അവനെ ഒന്ന് ഉറക്കാന്ന് കരുതി. ഞാനും അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി, ഞാനും ഡ്രസ്സൊക്കെ മാറി, എന്നിട്ട് അവനെ ഒന്ന് താരാട്ട് പാടി ഉറക്കാന്ന് കരുതി. പക്ഷെ അവന് ഒരു രക്ഷയില്ല, ഉറങ്ങുന്നേയില്ല. എത്ര ആട്ടിയിട്ടും അല്ലെങ്കിൽ തോളത്തിട്ട് തട്ടിയൊക്കെ ഞാൻ നോക്കി, എന്നിട്ടൊന്നും അവൻ ഉറങ്ങുന്നേയില്ല. ഞാൻ പിന്നെ അമ്മ പണി ചെയ്യുന്നിടത്തോട്ടങ്ങ് കൊണ്ടുപോയി. അവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണുമ്പം ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി. എന്നിട്ടൊന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അവനതൊക്കെ കണ്ടപ്പോഴത്തേന് നാണ്ട മഴ വീഴാൻ തുടങ്ങി. മഴയത്ത് നിന്ന് ഇനി അടുത്ത പനി അടിക്കണ്ട, ഒരു പനി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അടുത്തതിനി അടിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അങ്ങ് കാർ ഷെഡിലോട്ട് അങ്ങ് കയറി. അവിടെ നിന്നാലും കാണാലോ എന്ന് കരുതി കാർ ഷെഡിൽ കയറിയപ്പോൾ സൈക്കിളിലോട്ടൊന്ന് ഇരുത്തി നോക്കിയാലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഒരു തരത്തിൽ കേൾക്കുന്നില്ല. നേരത്തെ സൈക്കിളിലൊക്കെ ഇരുന്ന് അവനിങ്ങനെ റൗണ്ട് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ സൈക്കിളിൽ പോലും ഇരിക്കുന്നില്ല. എന്താണെന്നറിയില്ല, ഉറക്കം ശരിയാവാത്തതിൻ്റെ നിർബന്ധമായിരിക്കും. ഞാൻ എന്നിട്ട് അതിൽ ഇരുത്തിയിട്ടൊന്ന് റൗണ്ട് അടിക്കാനൊക്കെ നോക്കി, എങ്ങനെയെങ്കിലും ഒന്ന് നിർബന്ധം മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ അവൻ വീണ്ടും വീണ്ടും അങ്ങ് നിർബന്ധം പിടിക്കുമോ, കരച്ചിൽ തന്നെ കരച്ചിൽ. ഞാൻ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങ് എടുത്ത് വെച്ചിട്ട് അവിടെ നിർത്തി ഇങ്ങനെ അച്ചാമ്മയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാഴ്ചയൊക്കെ കാണിച്ച് ടാറ്റ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കാണിച്ച്. എന്നിട്ട് എന്താണ് കാര്യം, ഒരു തരത്തിൽ എങ്ങും ഇരിക്കുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അമ്മയ്ക്കാണെങ്കിൽ പിന്നെ എന്തേലും ഒരു പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു സമാധാനമില്ല. എന്ത് ചെയ്യണം, മഴയാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഇതാണ്ട് ഈ ചെടി കണ്ടോ, ഇതാണെങ്കിൽ നിറയെ പൂക്കുന്ന ചെടിയാണ്. ഇതിലും പൂക്കളുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു വേനൽ കഴിഞ്ഞ് നിൽക്കുമല്ലേ, വേനൽ സമയത്ത് നന്നായിട്ട് കരിഞ്ഞ് ഉണങ്ങിയതുപോലെയാണ് നിന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ പൂക്കൾ പിടിക്കാൻ തുടങ്ങി. ഇനി അത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും ഇനി അതിൽ നിറച്ച് പൂക്കൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. അമ്മയുടെ വീണ്ടും തകൃതിയിൽ പണിയാണ്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ അധികം നനയത്തില്ല, കാരണം മുകളിലൊക്കെ മരങ്ങളുള്ളത് കൊണ്ടേ. ഞാൻ എന്നിട്ട് വിളിച്ച് ചോദിച്ചു നനയുന്നുണ്ടോ എന്ന്. ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം നനയുന്നുണ്ടോ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അതങ്ങനെ എന്തേലും ഒരു പണിക്ക് ഇറങ്ങി അത് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അത് ചെയ്ത് അല്ലാതെ ഒരു സമാധാനം വരത്തില്ല. അത് എങ്ങനെയെങ്കിലും അത് എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണം. ചില ദിവസങ്ങളിലുണ്ടല്ലോ രാവിലെയൊക്കെ ഫുഡ് പോലും കഴിക്കത്തില്ല, അങ്ങ് നിന്നും 11, 11:30, 12 മണി വരെയൊക്കെ നിന്നങ്ങ് ഇതുപോലെ അങ്ങ് പണിയെടുത്തോളും. ഇപ്പം അമ്മ കുഴിയെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ, ഈ ചെടി കണ്ടോ, ഇതിൽ നിന്ന് കമ്പൊടിച്ചിട്ട് അവിടെ വെക്കാനാണ്. ആദ്യം ഞങ്ങൾ അവിടെ ഇതിൻ്റെ വൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 2 വട്ടം വെച്ചു. ആ 2 വട്ടം അത് കരിഞ്ഞു പോയി. അതുകൊണ്ട് വൈറ്റ് ഇനി വെക്കണ്ടെന്ന് വിചാരിച്ചു. വെച്ചിട്ട് കാര്യമില്ല.
അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ ഈ ചെടിയുടെ കമ്പൊടിച്ച് വെച്ച് നോക്കാം, ചിലപ്പോൾ കിളിച്ചാലോ, എന്തോന്ന് അറിയില്ല, കിളിക്കുമല്ലോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അവിടെ എന്താണെന്ന് അറിയുമ്പോൾ ഞങ്ങൾ ചെടിയൊന്നും നടാതെ വിട്ടിരിക്കുന്നത്, അവിടെ മറ്റില്ല സംഭവമില്ല, പോച്ച പോലെ ഇങ്ങനെ പോച്ചയില്ലേ, മറ്റേ ആർട്ടിഫിഷ്യലായിട്ടുള്ളതും ഉണ്ട്, അല്ലാതെ ഓർഗാനിക്കും ഉണ്ട്. നമുക്കത് നട്ടാൽ ഇങ്ങനെ ഓർഗാനിക് ആണെങ്കിൽ നമ്മളെപ്പോഴും അതിങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതേപോലെ ഇടയ്ക്ക് പോച്ച കളിക്കാതെയൊക്കെ നോക്കണം. അപ്പോൾ അതിൽ ഏത് വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണെങ്കിൽ പക്ഷേ വെള്ളം ഇറങ്ങില്ല. ഇപ്പം ഞങ്ങൾ ഫ്രണ്ടിലാണെങ്കിൽ മെറ്റിലിട്ടേക്കുന്നിടത്ത് തന്നെ വെള്ളം ഇറങ്ങത്തില്ല. നമ്മൾ അടിയിൽ അതിന് കാർപ്പറ്റ് വിരിച്ചിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ചൂടും കൂടാണ്. അതുകൊണ്ട് അമ്മയാണെങ്കിൽ അവിടെ നിന്ന് ആ പോച്ചയൊക്കെ വാരിയിട്ട് അങ്ങ് പുറകിൽ ഒരു വാഴയുടെ മൂട്ടിലോട്ട് അങ്ങ് കൊണ്ടുവിട്ടു കേട്ടോ. വാരി അങ്ങ് അവിടെ ആകുമ്പോൾ അങ്ങ് അവിടെ കിടന്നോളുമല്ലോ. പിന്നെ രാവിലെ ഒക്കെ ചൂടാൻ കൂടെ ആണല്ലോ, അന്നേരം അതങ്ങ് കരിഞ്ഞു പൊക്കോളും. ഞങ്ങളുടെ കപ്പ വാഴയാണ്, 2 ഉള്ളത്. ഞങ്ങൾ ഒരെണ്ണം ഉള്ളത് കൊല വെട്ടി, ഇനി 2 കൊലയും കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കമ്പ് വെട്ടണം, എന്നിട്ട് കൊണ്ട് നടണം. പുറകിൽ കോട കണ്ടോ, നല്ല മഴ പെയ്തപ്പോഴത്തേക്ക് നല്ല കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. കോടമഞ്ഞിലോഹോ താഴ്വരയിലോഹോ, നല്ല രസമാണ് ഞങ്ങളുടെ ഈ സ്ഥലം കാണാനായിട്ട്. ചിലപ്പോൾ തോന്നും മൂന്നാർ പോലും പോകണ്ട, അത്രയ്ക്ക് രസമാണെന്ന്. അങ്ങേ അറ്റത്ത് കണ്ടോ, ഇത് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണേ. കുറച്ച് കഴിയുമ്പോൾ ഇത് കോട കാരണം അങ്ങ് മൂടിപ്പോകും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അമ്മയാണെങ്കിൽ ആ ചെടിയുടെ അടിയിൽ നിന്ന് നല്ല കമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് നടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കുഴി എടുത്തിട്ടില്ലേ, അവിടെ കൊണ്ട് വെച്ച് നോക്കാം, കിളിക്കുമായിരിക്കും. കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ, നമുക്കൊരു പരീക്ഷണാർത്ഥം. ഇപ്പം പിന്നെ മഴയൊക്കെ ഉണ്ടല്ലോ, മഴയുണ്ട് വെയിലും ഉണ്ട്, അന്നേരം ഒന്ന് നട്ട് നോക്കാം, കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്ന് കരുതി അതും പറഞ്ഞുകൊണ്ടാണ് അമ്മ മുറിച്ചെടുക്കുന്നത്. കൊണ്ട് വെച്ച് നോക്കാം. അറിയാവുന്നവരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിളിക്കുമോയെന്ന്. ഇപ്പം ഞാൻ കിളിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ, അതുകൊണ്ടൊന്ന് നോക്കാം. ചിലപ്പോൾ ആദ്യം അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പൊഴിഞ്ഞു കരിഞ്ഞു പോയിട്ട് പിന്നെ രണ്ടാമത് കിളിക്കത്തേ ഉള്ളായിരിക്കും. അല്ല, എൻ്റെ ഒരു നിഗമനം അങ്ങനെയാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അമ്മ പിന്നെ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ പിന്നെ നടുന്നതൊക്കെ അങ്ങനെ വെറുതെ പാഴായി പോകാറൊന്നുമില്ല, കിളിക്കാറാണ് പതിവ്. നമുക്ക് നോക്കാം. ഇന്നിനിപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, മഴയത്ത് നട്ടതല്ലേ ഉള്ളൂ. ഭയങ്കര മഴ പെയ്താലും പ്രശ്നമാണ്, ചിലപ്പം പറയാൻ പറ്റത്തില്ല. ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ, കിളിക്കുന്നെങ്കിൽ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെയും കൂടെ പോച്ചയൊക്കെ ഒന്ന് ചെത്തിപ്പറിച്ച് അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കണം. അമ്മ കയറൊക്കെ എടുത്തുകൊണ്ട് വന്നൊന്ന് കെട്ടിവെച്ചു. ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ ദേഹത്തോട്ട് കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടാട്ടോ കെട്ടി വെക്കുന്നത്. എന്നിട്ട് പെതുക്കെ അവിടേക്ക് ഒന്ന് ചെത്തി പോച്ചയൊക്കെ ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് വൃത്തിയാക്കുന്നുണ്ട്. മഴയാണെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അത് എങ്ങനെയെങ്കിലും തീർത്തിരിക്കണം. അതാണ് അമ്മയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. അമ്മ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്, ചെയ്ത് തീർക്കും. എനിക്കാണെങ്കിൽ ഒന്ന് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. വിച്ചുകുട്ടനാണെങ്കിൽ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ, കൈ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാനാണ്. ഞാൻ പതുക്കെ തോളത്തോട്ട് അവനെ ഒന്ന് കിടത്തി കേട്ടോ, അങ്ങ് അനങ്ങാതെ അങ്ങ് കിടന്നു. ഉറങ്ങുമായിരിക്കും ചിലപ്പോൾ. തോളത്ത് കിടന്ന് തട്ടി കൊടുത്ത് ഉറക്കി നോക്കാം. ഉറങ്ങുന്നെങ്കിൽ അങ്ങ് ഉറങ്ങട്ടെ, നല്ല ഉറക്കം വന്നിരിക്കുന്നതുകൊണ്ടേ ചിലപ്പോൾ അങ്ങ് ഉറങ്ങും. അമ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞു, മതി അമ്മ ഇങ്ങ് കയറ്, മഴയല്ലേ, കയറാൻ പറഞ്ഞു. പിന്നെ മഴ ഉറയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പിന്നെ അമ്മ ഇങ്ങ് കയറി കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, പനി വല്ലതും വന്നു കഴിഞ്ഞാൽ കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പേടി. ഞാൻ പോലും അതാണ് മഴയത്തിറങ്ങാൻ മടിക്കുന്നത്. എനിക്കാണെങ്കിൽ മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഴയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. മഴയത്തിറങ്ങി ഇങ്ങനെ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് മഴയത്തോട്ട് അങ്ങനെ അധികം ഒന്നും ഇറങ്ങാത്തത്. അവൻ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ദാണ്ട് സൈക്കിൾ അവിടെ ഇരിക്കുന്നു, അതിങ്ങനെ എടുത്ത് വെച്ചില്ല എന്നേരം ആട്ടോ ഓർത്തത്. സൈക്കിൾ പിന്നെ ഇങ്ങനെ എടുത്ത് അകത്ത് വെച്ചു, മഴയൊന്നും പെയ്ത് നശിച്ചു പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അവനാണെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചവിട്ടാറൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കോട വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോളേജ് കാണാൻ പോലും പറ്റത്തില്ലെന്ന്. ഒന്നും കാണാൻ പോലും കിട്ടത്തില്ല കേട്ടോ. ഇനി കുറച്ച് മഴ തോർന്നാലും കുറേ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല അവിടെ. അങ്ങനെ ഒരു മലയുണ്ടെന്ന് പോലും കാണത്തില്ല. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഗോസിപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ ഞാൻ പോയി കുളിച്ച് വന്നപ്പോഴത്തേനും അമ്മ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഒന്ന് തൊഴുത് ഭസ്മമൊക്കെ തൊട്ട് എന്നിട്ട് അങ്ങനെ പതുക്കെ ചായ ഇടാൻ കയറി. ചായ ഇട്ട് മഴ തോരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇടണം, എന്നിട്ട് വേണം പോയി ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം സൊറ പറയാൻ. വിച്ചുക്കുട്ട ഉറങ്ങി കേട്ടോ. ഉറങ്ങിയ സമയത്താണ് നമുക്കിതൊക്കെ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻജോയ്മെൻ്റ് ഒക്കെ പറ്റുന്നത് അവൻ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്തിന് ഞാൻ പെട്ടെന്ന് തന്നെ ചായ ഇടാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ചായ എപ്പോഴും അളന്നിട്ടേ വെക്കത്തുള്ളൂ കേട്ടോ. എത്ര ആളുണ്ടോ അതനുസരിച്ചിട്ട് അളന്നിട്ടാണ് വെക്കുന്നത്. പിന്നെ ഗ്യാസ് അടുപ്പ് എത്തിച്ച്
ചായ വെച്ചു. ഞാനാണെങ്കിൽ തേയിലയും പഞ്ചസാരയും അങ്ങ് കൂടെ തന്നെ ഇടും, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, എളുപ്പമാണല്ലോ. പക്ഷെ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെയല്ല ചായ ഇടേണ്ടത്, ചായ ഇടേണ്ടതിനൊരു രീതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമുക്കിതാണല്ലോ എളുപ്പം, നമ്മളെപ്പോഴും എളുപ്പപ്പണിയാണല്ലോ നോക്കുന്നത്. ഇപ്പോൾ കുഞ്ഞും കൂടെ വന്നത് പിന്നെ എല്ലാ എളുപ്പപ്പണികളാണ് നോക്കുന്നത്, എങ്ങനെ പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കാം. പിന്നെ ചായ തിളച്ചു, കടുപ്പമൊന്നും അധികം ഇട്ടില്ല കേട്ടോ, എനിക്കങ്ങനെ അധികം കടുപ്പമൊന്നും ഇഷ്ടമല്ല, കുറച്ച് എല്ലാം ലൈറ്റായിട്ടുള്ള ചായയാണ് ഇഷ്ടം. ഇത് അമ്മയായിട്ടോ പറഞ്ഞിട്ടുള്ളത്, ചായ അരിച്ചൊഴിക്കുന്നതിന് മുമ്പ് ഒന്ന് അടിച്ചിട്ട് വേണം ചായ അരിച്ചൊഴിക്കാനെന്ന്. പിന്നെ കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി ഉണ്ട്, വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് ഞാനും അമ്മയും കൂടി ഇങ്ങനെ സിറ്റ് ഔട്ട് ചെയ്യുന്ന സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നല്ല രസമാട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഞങ്ങൾ ചില സമയത്താണെങ്കിൽ ഒരു പിച്ചുക്കുട്ടൻ നേരത്തെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഒരു 3 മണിക്കൊക്കെ ഇരുന്നാൽ 5 മണി വരെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കാര്യം പറയും കേട്ടോ. ഇത് കണ്ടില്ലേ, വിച്ചുക്കുട്ടൻ ഇടയ്ക്ക് ഉണർന്നപ്പോൾ എണീറ്റ് പോയതാണേ. അന്നേരം ഇത് താഴെ വീണിട്ട് ഇത് പൊട്ടിപ്പോയി കേട്ടോ. ഇത് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് ഒന്ന്, എനിക്ക് തോന്നുന്നു ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. വിച്ചുക്കുട്ടനാണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല, അവൻ കരയും, എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടായിരുന്നേ. പിന്നെ ഞാനെടുത്ത് കയ്യിൽ വെച്ചപ്പോഴത്തേനും മാറി. ആഹാരം കൊടുക്കാമെന്ന് കരുതി. 4 മണിക്ക് അവനിന്ന് അങ്ങനെ അധികം ഒന്നും കൊടുത്തില്ല കേട്ടോ, തണ്ണിമത്തനാട്ടോ കൊടുത്തത്. അത് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വൈകിട്ട് ദോശ അവന് കൊടുത്തത്. എന്നിട്ട് ആണ്ട് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കും. ഉറങ്ങിയിട്ടൊന്നുമില്ല, ഒരു അരമണിക്കൂർ എങ്ങാണ്ടൊന്ന് ഉറങ്ങി. ഞാനൊന്ന് കുളിച്ച് വന്ന് തൊഴുത് ചായ ഇട്ട് കുടിച്ച ആ സമയം കൊണ്ട് അവൻ ഉണർന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ